വിപഞ്ചകിയുടെയും കുഞ്ഞിന്റെയും ദുരൂഹ മരണത്തിൽ കുണ്ടറ പോലീസിന് ഭർത്താവിനും വീട്ടുകാർക്കുമെതിരെ കേസെടുത്തു. വിപഞ്ചകിയുടെ അമ്മ ശൈലജയുടെ പരാതിയിലാണ് കേസെടുത്തത്. കേസിൽ നിതീഷ് 1-ാം പ്രതി, സഹോദരി നീതു 2-ാം പ്രതി, അച്ഛൻ 3-ാം പ്രതിയുമാണ്. ആത്മഹത്യാ പ്രേരണ, സ്ത്രീധന പീഡനം തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് കേസ്. വിവരങ്ങളുമായി മനോജ് ഉണ്ട്. മനോജ്, ഈ ആത്മഹത്യ എന്ന് പറയുന്ന മകൾ ആത്മഹത്യ ചെയ്തു എന്ന വിവരം ലഭിച്ച സമയം മുതൽ ആ അമ്മ പറയുന്നുണ്ടായിരുന്നു മകൾ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല, അവളെ മരുമകൻ കൊന്നതാണ്, കുടുംബത്തിനെതിരെയായിരുന്നു ആ കുടുംബത്തിന്റെ ആരോപണം മുഴുവൻ. ഒടുവിൽ കേസെടുത്തു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എങ്ങനെയാണ്, എന്തൊക്കെ വകുപ്പുകളാണ് ചുമത്തുന്നത്? ആത്മഹത്യാ പ്രേരണ, സ്ത്രീധന പീഡനം തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത്. വിഭജികയുടെ കുടുംബം നേരത്തെ തന്നെ ഇക്കാര്യം ആരോപിച്ചിരുന്നു. അതായത് ഈ കുഞ്ഞിന്റെയും വിഭജികയുടെ മരണം അത് സാധാരണ ആത്മഹത്യയല്ല, അതിന് പിന്നിൽ ഈ ഭർത്താവിന്റെ കുടുംബമാണ് എന്നുള്ള കാര്യം. ഇതിനെ തുടർന്ന് തന്നെ പരാതികളും നൽകിയിട്ടുണ്ടായിരുന്നു. പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത്. കഴിഞ്ഞ ചൊവ്വാഴ്ച, അതായത് 33-കാരിയായ വിഭജികയെയും മകളെയും ഷാർജയിലെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഈ കൊല്ലം കേരളപുരം സ്വദേശിനിയാണ് വിഭജിക. ഭർത്താവിന്റെയും കുടുംബത്തിന്റെയും പീഡനത്തെ തുടർന്നാണ് വിഭജിക ആത്മഹത്യ ചെയ്തതെന്ന് നേരത്തെ തന്നെ ഈ വിഭജികയുടെ കുടുംബം, അമ്മ ശൈലജ ഉൾപ്പെടെ പറഞ്ഞിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഈ വിഭജികയുടെ ശബ്ദ സന്ദേശം അടക്കം പുറത്തു വന്നു. ഈ ശബ്ദ സന്ദേശത്തിലൊക്കെ പറയുന്നുണ്ടായിരുന്നു, ഞാൻ എല്ലാം സഹിച്ചാണ് ജീവിക്കുന്നത്, ഇതിനപ്പുറം ഇല്ല എന്നുള്ള കാര്യമൊക്കെ തന്നെ ആ ശബ്ദ സന്ദേശത്തിൽ വ്യക്തമായിരുന്നു. എന്തായാലും തുടർന്ന് ഈ വിഭജികയുടെ ആത്മഹത്യാ കുറിപ്പ് ഉൾപ്പെടെ ലഭിച്ചു. ഈ ആത്മഹത്യാ കുറിപ്പിൽ ഈ ഭർത്താവ് നിതീഷ് വിഭജികയെ ശാരീരികമായി ഉപദ്രവിച്ചതായി അതിലുണ്ട്. അതോടൊപ്പം തന്നെ ഭർത്താവിന്റെ സഹോദരി ഉൾപ്പെടെ തന്നെ ഉപദ്രവിക്കുന്നതായും, അതോടൊപ്പം പുറത്ത് പോകാൻ അനുവദിക്കുന്നില്ല എന്നുള്ള കാര്യമൊക്കെ തന്നെ പറയുന്നുണ്ടായിരുന്നു. ഈ മകൾ നേരിട്ടത് കൊടിയ പീഡനമായിരുന്നുവെന്ന് അമ്മ നേരത്തെ തന്നെ ഈ പരാതിയിലൊക്കെ പറഞ്ഞിരുന്നു. മരണത്തിന് ഉത്തരവാദികൾ ഭർത്താവും അതോടൊപ്പം തന്നെ ഈ ഭർത്താവിന്റെ സഹോദരിയും ഭർത്താവിന്റെ പിതാവും ഒക്കെയാണ് എന്നുള്ള കാര്യം ഈ ആത്മഹത്യാ കുറിപ്പിൽ സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു. അതേസമയം ഈ മരണകാരണത്തെക്കുറിച്ച് ഷാർജ പോലീസും അന്വേഷിക്കുന്നുണ്ടായിരുന്നു. ഈ മരണത്തിൽ ദുരൂഹത ആരോപിച്ചുകൊണ്ട് തന്നെ UAE എംബസി, മുഖ്യമന്ത്രി, സിറ്റി പോലീസ് കമ്മീഷണർ എന്നിവർക്ക് കുടുംബം പരാതി നൽകിയിട്ടുണ്ടായിരുന്നു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ അതോടൊപ്പം തന്നെ ഈ ആത്മഹത്യാ കുറിപ്പും പുറത്തു വന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ കേസ് എടുത്തിട്ടുള്ളത്. എന്തായാലും ഷാർജ അൽ ഹാസ്മി ആശുപത്രിയിലാണ് ഈ പോസ്റ്റ്മോർട്ടം നടക്കുക. അതിനുശേഷം ഈ മൃതദേഹം നാട്ടിലെത്തിക്കുവാനുള്ള ശ്രമത്തിലാണ് വീട്ടുകാർ. എന്തായാലും ഈ സ്ത്രീധനത്തെ ചൊല്ലി ഈ ഇത്തരത്തിലൊരു പീഡനം നേരിട്ടിരുന്നു. അതോടൊപ്പം തന്നെ ഈ ഭർത്താവിന്റെ പിതാവ് മോശമായി പെരുമാറിയിട്ട് പോലും അതിനെ കാണാനോ അല്ലെങ്കിൽ അതിൽ പ്രതികരിക്കാനോ ഭർത്താവ് തയ്യാറായിട്ടില്ല. അതൊക്കെ തന്നെ വിഭജികയെ മാനസികമായി വല്ലാതെ ആക്കിയിരുന്നു എന്നുള്ള കാര്യം. അതോടൊപ്പം തന്നെ കുഞ്ഞ് ഉൾപ്പെടെ മരിക്കുന്ന സാഹചര്യമുണ്ടായി. എത്തരത്തിലാണ് ഈ ഒരു മരണം സംഭവിച്ചത് എന്നതിൽ കൂടുതൽ അന്വേഷണം വേണമെന്ന് കുടുംബം ആവശ്യപ്പെട്ടിരുന്നു. എന്തായാലും വിഭജികയുടെ ശബ്ദ സന്ദേശവും ആത്മഹത്യാക്കുറിപ്പും ഒക്കെ പുറത്തു വന്ന സാഹചര്യത്തിലാണ് ഈ ഭർത്താവിന്റെ കുടുംബത്തിനെതിരെ ഇത്തരത്തിൽ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉയർന്നത്. അതിനു പിന്നാലെയാണ് ഇപ്പോൾ കേസും എടുത്തിട്ടുള്ളത്. ഇതിൽ തന്നെ ഭർത്താവ് നിതീഷ് 1-ാം പ്രതിയും സഹോദരി നീതു 2-ാം പ്രതിയും അച്ഛൻ 3-ാം പ്രതിയുമാണ്. 2020-ലാണ് ഇവരുടെ വിവാഹശേഷം ഷാർജയിലേക്ക് പോയത്. അവിടെ വെച്ചാണ് ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. രാഖി.